തുടരുന്നു. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് കേസിലെ രണ്ടാമത് ദിവ്യ കീഴടങ്ങി. ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് കീഴടങ്ങിയത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് ചേരുന്നു. പ്രതീഷ്, ഇതോടെ എല്ലാ പ്രതികളും അകത്തായോ? വിവരങ്ങൾ. സുഹൈൽ, ഈ സ്ഥാപനത്തിൽ സാമ്പത്തിക തിരിമറി നടത്തിയതുമായി ബന്ധപ്പെട്ട 3 പ്രതികളാണ് ഉണ്ടായിരുന്നത്. നേരത്തെ 2 പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായിരുന്നു. ഈ 2 പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതിലെ ഈ കേസിലെ തന്നെ 2ാം പ്രതിയായ ദിവ്യ ഇന്ന് ഉച്ചയോടുകൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. അഭിഭാഷകനൊപ്പമാണ് ഇവർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിലെത്തിയത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമെന്നതാണ് ക്രൈംബ്രാഞ്ച് സംഘം അറിയിച്ചിരിക്കുന്ന കാര്യം. നേരത്തെ കീഴടങ്ങിയ 2 പേരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പ്രതികൾ കുറ്റം സമ്മതിച്ചിരുന്നു. പ്രതിദിനം 2 ലക്ഷം രൂപ വരെ ഈ സ്ഥാപനത്തിൽ നിന്ന് തട്ടിയെടുത്തു എന്നതാണ് പ്രതികൾ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിട്ടുള്ളത്. ഈ തട്ടിയെടുത്ത പണം 3 പേരും വീതിച്ചെടുക്കുകയായിരുന്നു. ഈ പണം കൊണ്ട് സ്വർണം വാങ്ങുകയും സ്കൂട്ടർ വാങ്ങുകയും ചെയ്തു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ വാങ്ങിയ സ്കൂട്ടർ ഉൾപ്പെടെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വാങ്ങിയ സ്വർണം പിന്നീട് പണയം വെച്ചു എന്നതാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. ഈ സ്വർണം വീണ്ടെടുക്കാനുള്ള ശ്രമവും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഈ നികുതി വെട്ടിപ്പ് ഈ സ്ഥാപനത്തിൽ നടക്കുന്നു എന്നുള്ളൊരു ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്വേഷണത്തിൽ ആ ആരോപണത്തിൽ കഴമ്പില്ല എന്നുകൂടി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് കീഴടങ്ങിയ പ്രതിയെ ഏതെങ്കിലും തരത്തിൽ വീണ്ടും തെളിവെടുപ്പ് നടത്തുമോ എന്നതാണ് അറിയേണ്ട കാര്യം. നേരത്തെ കസ്റ്റഡിയിലെടുത്ത 2 പ്രതികളെയും ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. 65 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. ഇപ്പോൾ ഈ കേസിലെ 3 പ്രതികളും പിടിയിലായിട്ടുണ്ട്.